വ്ലോഗ് വൈകിട്ട്. കെമിസ്ട്രി എക്സാമിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഹരിപ്രിയ? വളരെ വളരെ മനോഹരമായ ഒരു എക്സാം ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര പഠിപ്പായത് കൊണ്ട് എനിക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ടഫുള്ള മാത്രം പഠിച്ചിട്ട് വന്നത്. അതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. മറ്റേ ഒരു വൺവേർഡൊക്കെ അപ്പുറത്തൊക്കെ നോക്കി എഴുതി. 5 മാർക്കിന് 5 എണ്ണത്തിൽ 4 ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടില്ല. അത് ഭയങ്കര ടഫ് മാത്രം. ഞാൻ പണ്ടേ ഭയങ്കര ടഫ് മാത്രമേ പഠിക്കാറുള്ളൂ. അപ്പോ ഇങ്ങനെ ഈസി കിട്ടുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ബേജാറ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മള് മാത്സ് എക്സാമിനെ പറ്റി ഏറ്റവും സിമ്പിൾ ആയിരുന്നു മാത്സ്. എന്റെ ലൈഫിൽ ഞാൻ ആക്ച്വലി ചെയ്തത് ഏറ്റവും സിമ്പിൾ ആൻഡ് ഹംബിൾ എക്സാം ആയിരുന്നത്. മാത്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. അത് പേപ്പർ ഇട്ട ആൾക്കാർ ജീനിയസ് ആണ് ഗൈസ്. അത്രയും സൂപ്പർ എക്സാം. ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു എക്സാം തന്നെയാണ് അത്. ട്രയാങ്കിൾ വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക, റെക്ടാങ്കിൾ വരയ്ക്കുക, അങ്ങനെയുള്ള അല്ല എന്തോ സർക്കിളിന് അതിൽ കണ്ടിട്ടുണ്ട് നമ്മള്. അത് നമ്മൾ ഏത് ഭാഷയിലാണ് എക്സാം ഉള്ളത് ചോദിച്ചാൽ കൂടി മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു എക്സാം ആയിരുന്നു അത്. നമ്മൾ ചുറ്റിക്കളിക്കുന്നു. അപ്പോൾ നമ്മൾ അത്രയും കാര്യമാണ് മാത്സ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതൊരു റിവീൽ വീഡിയോ ആണ് എക്സാമിനെ പറ്റിയിട്ടുള്ളത്. ഒരു ഷോർട്ട് വീഡിയോ ആണ് ഗൈസ്. ഇനിയും ഇങ്ങനെ ഇട്ടാൽ നമുക്ക് നമുക്ക് ഒരു കൊല്ലം കൂടി തന്നെ +2 പഠിക്കാം. അത് വിചാരിച്ചിട്ടാണ് അവരിടുന്നത്. നമ്മൾ അതും കൂടി ആലോചിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളെന്ന് വെച്ചാൽ നമുക്ക് ഒരു കൊല്ലം കൂടി +2 വിലയിരുത്തിക്കാം. കനീഷ്, മാത്സ് എക്സാം കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പറ? കനീഷ്ക്ക് മൗനവ്രതത്തില. ചേച്ചി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സോ? ഒമർ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം എഴുതി 100% എല്ലാം എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ആരടുത്തെങ്കിലും പോയി ചോദിച്ചാൽ എനിക്ക് അടി കിട്ടും. അതുകൊണ്ട് ബൈ.